ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും പുതിയ ആരോപണങ്ങൾക്കും പിന്നാലെ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ. സിനിമാ മേഖലയിലെ ലൈംഗിക പരാതികൾ അന്വേഷിക്കാൻ IPS ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴിയെടുക്കും. പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാർ ഇപ്പോൾ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. പ്രമുഖരടക്കം, അതായത് രഞ്ജിത്ത്, സിദ്ദിഖ്, റിയാസ് ഖാൻ, അങ്ങനെ പ്രമുഖരുടെ പേരുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണത്തിന് പിന്നാലെ രഞ്ജിത്തിനും സിദ്ദിഖിനും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഹേമ കമ്മിറ്റി പുറത്തു വന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു. അതിന്റെ ഒരു ഇമ്പാക്റ്റായി ഈ അന്വേഷണ സംഘത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അനുപ്രിയ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധ വലുതായിരുന്നു. ആ ശ്രദ്ധയിന്മേലാണ് ഇപ്പോൾ പല വിവാദങ്ങൾക്കുള്ള വഴിയൊരുക്കിക്കൊണ്ടുള്ള വനിതകളുടെ നിരവധി വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. പ്രമുഖരായ പല നടന്മാർക്കെതിരെയും ഒക്കെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. അതോടൊപ്പം അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനും അതോടൊപ്പം അമ്മ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിനുമൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അതായത് പല വിഷ്ണു ഞാൻ ഒന്ന് ഇടപെടെയാണ്. വിഷ്ണു, ദയവായി ടെലിഫോൺ ലൈൻ തന്നെ തുടരുക. നമുക്ക് വാർത്തകൾ ലഭിക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. ഇപ്പോൾ മുൻ DGP ആസിഫ് അലി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ആസിഫ് അലി, ഇപ്പോൾ താങ്കൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ, അതായത് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘ തലവൻ. IPS അടങ്ങിയ സംഘമാണ് ഇപ്പോൾ ഈ പരാതികൾ അന്വേഷിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? ഒരു കേസ് അന്വേഷണത്തിന്റെ പരമപ്രധാനം FIR ആണ്. ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം മാത്രമേ നിയമത്തിന്റെ പ്രാബല്യമുള്ളൂ. അല്ലാതെ അന്വേഷണം കേസ് തേച്ചു മായ്ച്ചു കളിക്കാനും കുഴിച്ചു മൂടാനും വേണ്ടി മാത്രമുള്ളതാണ്. ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തയ്യാറാണോ? ഇല്ല. FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം നടത്തുമ്പോൾ എന്താണ്? പ്രതികളെ അറസ്റ്റ് ചെയ്യാം, സാക്ഷികളെ ചോദ്യം ചെയ്യാം, അതുപോലെ തന്നെ തൊണ്ടി മുതൽ കണ്ടെടുക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്താണ്? കേരള സമൂഹം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഹീനിയസ് ക്രൈമിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഉൾപ്പെട്ടിരിക്കുന്നത് ഉന്നതന്മാരാണ്. ആരാണെന്നുള്ള കാര്യം മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അത് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറല്ല. നമ്മുടെ നിയമം എന്താണ് പറയുന്നത്? പഴയ CRPC 157 വകുപ്പ്, പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 176 എന്താ പറയുന്നത്? ഒരു കൊഗ്നിറ്റബിൾ ഒഫൻസിനെ സംബന്ധിക്കുന്ന വല്ല സംശയവും വിവരം കിട്ടിയാലോ മറ്റു രീതിയിലോ പോലീസ് ഓഫീസർ ഷാൾ രജിസ്റ്റർ an FIR ആൻഡ് പ്രൊസീഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിപ്പോർട്ട് ടു ദ മജിസ്ട്രേറ്റ്. അത് ഫണ്ടമെന്റൽ ആണ്. നാളെ ഒരു കൂട്ടക്കൊലയെ കുറിച്ച് വിവരം കിട്ടിയാലും അന്വേഷണം, ഇത് 3-4 കൊല്ലം വീണ്ടും അന്വേഷണം വെച്ചും പ്രതികൾക്ക് രക്ഷാകവചം ചുമക്കാൻ വേണ്ടി മാത്രം സർക്കാർ തലത്തിൽ നടത്തിയ സർക്കാർ സ്പോൺസേർഡ് കേസിനെ കുഴിച്ചു മൂടാനുള്ള ഒരു മെക്കാനിസമായിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷൻ. ആദ്യത്തെ അന്വേഷണം ആരാണ് നടത്തിയത്? ഹൈക്കോടതിയിലെ ഒരു സീനിയർ ആയിരുന്ന റിട്ടയർഡ് ജഡ്ജി, അവരുടെ നേതൃത്വത്തിൽ 2 വർഷക്കാലത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിൽ ത്രെഡ്ബെയർ അന്വേഷിച്ച് അവർ നൽകിയ റിപ്പോർട്ട് ചെറുതാണോ അത്? അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ പറഞ്ഞു? ഇനിയും സർക്കാരിന് ഉറക്ക് നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്താൻ പറ്റുകയുള്ളൂ. പ്രതികൾക്ക് വേണ്ടി രക്ഷാകവചം ചുമക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു ഹീനമായ ഒരു തന്ത്രം മാത്രമാണ്. ഇതിനെ ചെറുത്തു നിൽക്കാൻ BU എവർ സോ ഹൈ, ലോ ഈസ് എബവ് യു. നീ എത്ര വലിയവനാണെങ്കിലും നിയമം നിനക്ക് വീതിയാണ്. പിണറായി വിജയന് മീതിയാണ് നിയമം, നമ്മുടെ നിയമവ്യവസ്ഥ. അത് ക്രൈം വിൽ നോട്ട് ഡൈ എന്നാണ്. കുറ്റകൃത്യം ഒരിക്കലും മരിക്കില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു IPS ഉദ്യോഗസ്ഥനെ ഒരു വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ 30 വർഷത്തിന് ശേഷം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കാലം എത്ര കഴിഞ്ഞാലും ഇനിയും എത്ര അന്വേഷണ കമ്മീഷനെ വെച്ച് കേസ് തേച്ചു മാറ്റി കളയാൻ ശ്രമിച്ചാലും ഇതൊരിക്കലും തീരില്ല എന്നുള്ളൊരു പരമാർത്ഥം ഇവിടുത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയും മറ്റ് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും മനസ്സിലാക്കുന്നത് നന്നായി. അതുകൊണ്ട് FIR ഇല്ലാത്ത അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്, ഇറ്റ് ഈസ് ഫാൾസ്.
പ്രഹസനമാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 4 കൊല്ലം ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചതായിട്ടുള്ള ആരോപണം വരുന്നു. ഈ റിപ്പോർട്ടിന് വേണ്ടി ഈ കമ്മിറ്റിയുടെ മുൻപാകെ ഈ നടിമാരെല്ലാം വന്ന് മൊഴി നൽകുന്നു. വീണ്ടും മറ്റൊരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ നടിമാരും അതുപോലെ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റു നടിമാരും വീണ്ടും വന്ന് മൊഴി നൽകണം. അവർ ഈ മൊഴി നൽകുക എന്ന് വെച്ചാൽ ദയനീയമായ ഒരു സംഭവമാണ്. അവർക്ക് നേരെ ഉണ്ടായ ലൈംഗിക ചൂഷണം അത് വീണ്ടും 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 വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും വേദന ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. തനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമം അതിങ്ങനെ വീണ്ടും വീണ്ടും വന്ന് പറയാം. നടൻ ജഗദീഷ് വരെ പറഞ്ഞു, അതായത് അവർ ഓൾറെഡി ഒരു മൊഴി നൽകിയല്ലോ, വീണ്ടും 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 ഈ മൊഴി നൽകുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരോടുള്ള ഒരു നീതികേട് തന്നെയല്ലേ? ശ്രീ ആസിഫ് അലി കേൾക്കാമോ? ശ്രീ ആസിഫ് അലി കേൾക്കാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സജ്ജർ കുമാറാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു, നമ്മുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ മുൻ DGP ടി ആസിഫ് അലി നമ്മോട് ഇപ്പോൾ പ്രതികരിച്ചത്, അതായത് FIR രജിസ്റ്റർ ചെയ്യാത്ത ഒരു നടപടിയും നമുക്ക് നിയമത്തിന്റെ മുന്നിൽ അതിന് യാതൊരു സാധുതയുമില്ല. ഇത്തരത്തിലുള്ള അന്വേഷണ സംഘത്തെ വെക്കുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അന്വേഷണ സംഘം ഈ നടിമാരുടെ മൊഴികൾ വീണ്ടും എടുക്കും, അതിനുവേണ്ടി വീണ്ടും കുറെ വർഷങ്ങൾ പാഴാക്കും. എന്താണ് വിഷ്ണുവിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും അനുപ്രിയ, അത്തരത്തിൽ അതായത് ഈ 4 വർഷത്തോളം തന്നെ, ഏകദേശം 4.5 വർഷത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് തന്നെ സർക്കാർ വലിയ വിമർശനം നേരിടേണ്ടി വന്ന ഒരു സംഭവം മാത്രമാണ്. അതിൽ തന്നെയാണ് വ്യക്തമാകുന്നത്, അതായത് മറ്റാരെയോ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ള അതാണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അന്വേഷണം നോക്കുമ്പോൾ തന്നെ ഇനി അന്വേഷണം പ്രഖ്യാപിച്ചാൽ പോലും FIR എടുത്ത് ഓരോ പ്രതികൾക്കെതിരെയും കേസെടുത്താൽ മാത്രമാണ് അതൊരു കൃത്യമായ നിയമ നടപടി എന്ന് പറയാൻ സാധിക്കൂ. പക്ഷേ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്തെന്നാൽ ഈ പരാതികൾ ഒരു രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ്. അതായത് സാധാരണഗതിയിൽ രേഖാമൂലം പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും ഇത്രത്തോളം ഗൗരവമുള്ള വലിയ ഒരു വിഷയത്തിൽ സർക്കാരിന് സ്വമേധയാ കേസെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ മന്ത്രിമാരടക്കം ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നതും അതിൽ തന്നെയാണ്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി നോക്കുകയാണെങ്കിൽ ഈ പരാതികളും വെളിപ്പെടുത്തലുകളും മാത്രം സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം വേണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു കാര്യം. അതിലാണ് ഏതായാലും ഈ സ്പർജൻ കുമാറിനെ, അതായത് IG റാങ്കിലുള്ള വ്യക്തിയെ കൊണ്ട് നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നു. അതിൽ ഒപ്പം തന്നെ ആ സ്പെഷ്യൽ ടീം ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ആണ് മേൽനോട്ടം വഹിക്കുക. മൊത്തം 7 അംഗമുള്ള ഒരു ടീമാണ്. ഈ ഒരു വലിയ ടീമിന് തന്നെ അതിൽ നിരവധി വനിതകളുണ്ട്. DIG റാങ്കിലുള്ള അജിത ബീഗം ഉണ്ട്. അതോടൊപ്പം SP ക്രൈംബ്രാഞ്ചിലെ SP മെറിൻ ജോസഫ് ഉണ്ട്. കോസ്റ്റൽ പോലീസ് AIG G പൂങ്കുഴലി ഉണ്ട്. അതോടൊപ്പം ഈ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഐശ്വര്യ ഡാങ്ക്രെ ഉണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഇതിൽ, വനിതകൾ അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ, അതായത് ഈ അന്വേഷണം നടക്കുമ്പോൾ ജനങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ ഇരകൾക്കൊരു ആശ്വാസമുണ്ട്, ഈ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അവിടെയാണ് FIR എടുത്ത് അന്വേഷണം നടത്തിയാൽ മാത്രമാണ് യഥാർത്ഥ പ്രതികൾക്ക് മേൽ വിരൽ ചൂണ്ടാൻ സാധിക്കൂ എന്നുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഈ നേരത്തെ അദ്ദേഹം പറയുന്നത് പോലെ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. പക്ഷെ അവിടെയും ഈ അന്വേഷണം ആരംഭിച്ചു കഴിയുമ്പോൾ തന്നെ ഇനി പലരിലേക്കും ഇത് എത്താൻ സാധ്യതയുണ്ട്. അന്വേഷണം തുടങ്ങുമെന്നുള്ള സാഹചര്യം വരുമ്പോൾ ഇനിയും കൂടുതൽ ഇരകൾ പുറത്ത് വെളിപ്പെടുത്തലുകളുമായി വരാൻ സാധ്യതയുണ്ട്. ഇനി പരാതികൾ പറയാൻ ധൈര്യപ്പെട്ട് രംഗത്ത് വരാനുള്ള ആളുകൾ ഉണ്ടാകും. വിഷ്ണു, ഞാൻ ഇടപെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇതൊരു ജുഡീഷ്യൽ പവറുള്ള കമ്മിറ്റിയല്ല, ഈ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാൻ സാധിക്കുകയില്ല, നടിമാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനുള്ള പരിഹാരത്തിന്റെ ശുപാർശകൾ നൽകാൻ മാത്രമേ ഈ കമ്മിറ്റിക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ അത് 7 അംഗ അന്വേഷണ സംഘമാണ്. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. IG റാങ്കിലുള്ള സ്പർജൻ കുമാറിനാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ളത്. ഈ അന്വേഷണ സംഘത്തിന്റെ അധികാര പരിധികൾ എന്തെല്ലാമാണ്?
തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘത്തിലെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ല ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന പത്രക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന ആ മേഖലയിലെ പ്രശ്നങ്ങൾ, ദുരനുഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗം ചേർന്ന് അതിലൊരു പരാതികൾ വെളിപ്പെടുത്തലുകളും സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പരാതികൾ ഉന്നയിച്ച ആളുകൾക്ക് വേണ്ടിയും അതോടൊപ്പം മാധ്യമങ്ങളിലൂടെ മാത്രം പുറത്തു വന്ന ഈ വെളിപ്പെടുത്തലുകളിൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുക. അല്ലാത്ത ഘട്ടത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ പരാമർശിച്ചിട്ടുള്ള പുറത്തു വരാത്ത പല ആളുകൾക്ക് നേരെയും അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമെടുക്കുന്നു, അതായത് ഈ IPS ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. അതെല്ലാം കൃത്യമാണ്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൃത്യമായി ഉണ്ടാകും, വിപുലമായ അന്വേഷണം തന്നെ ഉണ്ടാകും. പക്ഷേ അവിടെയും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ട ആളുകളുടെ പേരുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. അവർക്ക് നേരെ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പേരുകളും അതിൽ ഉയരുന്ന ആരോപണങ്ങളും ആസ്പദമാക്കി മാത്രമായിരിക്കും കേസന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ഗതിയിലേക്കാണ് ഇത് കാണിക്കുന്നത്. അനുപ്രിയ, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളുടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ രഞ്ജിത്തിനെതിരെയും സിദ്ദിഖിനെതിരെയും റിയാസ് ഖാനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ച നടിമാർ, അവർക്ക് ഈ സംഘത്തിന് മുന്നിൽ വന്ന് അവരുടെ പരാതികൾ പറയാമല്ലേ? അത് കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അതിന് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക. ഏതായാലും അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു സംഘം ഇതിനു വേണ്ടി അന്വേഷണം നടത്തും. അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇനി FIR ഇടുന്നതും കേസ് അന്വേഷിക്കുന്നതും പ്രതി ചേർക്കുന്നതും ഇരകളെ പോയി കണ്ട് മൊഴിയെടുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ മാത്രം പരിധിയിൽ വരുന്നതാണ്. അവർക്ക് ഏത് തരത്തിലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഇനി വരും ദിവസങ്ങളിൽ പോലീസ് എടുക്കുന്ന നടപടിയുടെ അടിസ്ഥാനപ്പെടുത്തി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുക. അനുപ്രിയ. വിഷ്ണു, മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിച്ച് 4 വർഷം സർക്കാർ അത് പുറം ലോകം കാണിക്കാതെ അത് പൂഴ്ത്തിവെച്ചതായുള്ള വിമർശനം വന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയരുന്നു, വിശ്വാസ്യതയെ ബാധിക്കുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം വരുന്നു, അവർ ഇനി എത്ര വർഷം എടുത്തായിരിക്കും ഈ മൊഴികളെല്ലാം എടുത്ത് അതിന് മേലുള്ളൊരു നടപടി എടുക്കുക? ഇനിയും എത്ര വർഷങ്ങൾ അതിൻ്റെ പിന്നാലെ ഇനി പാഴാക്കി കളയേണ്ടി വരും? ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾ എന്താണ് കരുതുക? അതായത് അന്വേഷണ സംഘങ്ങൾ വരുന്നു, കമ്മിറ്റി റിപ്പോർട്ടുകൾ വരുന്നു, പക്ഷേ നടപടികൾ മാത്രം ഒന്നും ഉണ്ടാകുന്നില്ല. അനുപ്രിയ, തീർച്ചയായിട്ടും ജനങ്ങൾ കരുതുന്നത് ഇനി ജനങ്ങളിലേക്ക് മാത്രം എത്തുമ്പോൾ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിലല്ലാതെ നോക്കുമ്പോൾ, ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി നോക്കുമ്പോൾ, ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും മാധ്യമങ്ങളിലൂടെ വന്ന പരാതികളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള മൊഴികളും. വിഷ്ണുവിലേക്ക് തിരിച്ചു വരാം. ദയവായി വിഷ്ണു ടെലിഫോൺ ലൈൻ തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം, അതായത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ സർക്കാർ പുതുതായി നിയമിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി കഴിഞ്ഞു, 4 വർഷം അതിന്റെ പിന്നാലെ പോയി പാഴാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ IG റാങ്കിലുള്ള സ്പർജൻ കുമാറിനാണ് അന്വേഷണ സംഘ തലവൻ. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഈ അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള വിശദീകരണമായി സർക്കാർ പറയുന്നത്, ഇപ്പോൾ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഈ നടന്മാർക്കെതിരെ മൊഴി നൽകിയ സ്ത്രീകൾക്ക് ഈ അന്വേഷണ സംഘത്തിന് മുന്നാകെ തങ്ങളുടെ പരാതി പറയാം. മാത്രമല്ല, ഈ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന് അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു ചർച്ചയിൽ, അതായത് കൊഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ കാര്യം. പക്ഷെ ഇവിടെ കൊഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല. കാരണം എന്താ പ്രശ്നം? ഒരു ആരോപണമുണ്ട്, ആരോപണം ഉന്നയിക്കുന്ന ആരാണെന്നറിയില്ല, ആരോപണം ആർക്കെതിരെയാണ് ഉന്നയിക്കുന്നത് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതലായിട്ടും നമുക്ക് വെളിപ്പെടുത്തലുകൾ ആവശ്യമുണ്ട്. അപ്പൊ ആ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇവര് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസ് അധികൃതരോട് ബന്ധപ്പെട്ടാൽ മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു നിയമവശം ഒരുപക്ഷെ കോടതിയിൽ ഇത് വന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അതായത് ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു എന്നതുകൊണ്ട് കേസെടുക്കേണ്ടതില്ല എന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട്
വന്നതിനെ തുടർന്ന് അന്വേഷണ സംഘം എനിക്കിത് തെറ്റില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വഴിയാണ് ഈ സാമൂഹ്യ സമ്മർദ്ദം മൂലം സർക്കാർ രണ്ടാമത്തെ വഴി സ്വീകരിച്ചിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷെ അപ്പോഴും മൊഴികളില്ലാതെ ആ കേസിന്റെ ഏതെങ്കിലും ഒരു അലിഗേഷൻ, ഏതെങ്കിലും ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്റെ അലിഗേഷന് ഭാവിയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുകയാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിന് രൂപീകരിക്കാനായി സർക്കാർ അത് രൂപീകരിക്കുന്നതിന് പിന്നിലുള്ള കാരണം, അതായത് ഇപ്പോൾ വലിയ തോതിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം വന്നിരിക്കുകയാണ് കേസെടുത്ത് മുന്നോട്ട് പോകാനായിട്ട്. ഈ പ്രമുഖ നടന്മാർക്കെതിരെ പരാതി വരുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അവർക്കെതിരെ കേസെടുക്കണമെന്ന് പരാതികൾ വരുന്നുണ്ട്. പക്ഷേ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിയമോപദേശമാണ് അറ്റോർണി ജനറലിൽ നിന്നും സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ ഹരീഷ് വാസുദേവൻ? കാരണം ഇപ്പോൾ നിയമവിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്, താങ്കളടക്കമുള്ള നിയമവിദഗ്ധരെല്ലാം ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഇതൊരു പ്രത്യക്ഷത്തിൽ തന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണ്, അതുകൊണ്ട് കേസെടുക്കാമെന്നാണ്. പക്ഷേ സർക്കാരിന് ലഭിച്ച നിയമോപദേശം, അറ്റോർണി ജനറലിൽ നിന്ന് ലഭിച്ച നിയമോപദേശം ഇതൊരു കേസെടുക്കാൻ സാധിക്കില്ല, ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സർക്കാർ അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയിട്ടുണ്ട് എന്ന് ആരോടെങ്കിലും വിശദീകരിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത മണിക്കൂറുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ അഡ്വൈസിന്റെ കോപ്പി കാണാൻ താല്പര്യമുണ്ട്. ആരാണ് അഡ്വൈസ് കൊടുത്തത്? അഡ്വക്കേറ്റ് ജനറൽ ആണോ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണോ, ഏതൊക്കെ വിധിന്യായങ്ങളാണ് അദ്ദേഹം പരിശോധിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം അങ്ങനെ ഒരു നിയമോപദേശം ശരിയല്ല എന്നാണ് എനിക്കറിയാവുന്ന നിയമം. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സർക്കാർ പറയുന്നത് കൊണ്ടായില്ല. അങ്ങനെ ഒരു നിയമോപദേശം ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി കാണാൻ താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, പോലീസിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനൊരു ഉപദേശത്തിന്റെ സാങ്കത്യം? അതായത് അന്വേഷിക്കേണ്ട എന്നാണ് നിയമമെങ്കിൽ അന്വേഷിക്കേണ്ടല്ലോ. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ പോലീസിനെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 2020 ജനുവരി 1-ാം തീയതി നടക്കേണ്ട ഒരു സംഗതിയാണ് 2024 ഓഗസ്റ്റ് നടന്നിട്ടുള്ളത്. ഇത് 4.5 വർഷം മുമ്പ് ഇങ്ങനൊരു ഉന്നത പോലീസ് സംഘത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റി പഠിച്ച് തുടർ നടപടികൾ നിർദ്ദേശിക്കാനും അല്ലെങ്കിൽ അതിനകത്ത് ആക്ഷൻ എടുക്കാനും നിയോഗിക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല. ഏതായാലും 2024 ഓഗസ്റ്റിലെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കേരള പോലീസിലെ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതിനെ നയിക്കുന്നു എന്നുള്ളതും നിരവധി IPS ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു സമിതി, ഒരു പോലീസിന്റെ സംഘം തന്നെ ഈ കാര്യം പരിശോധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇത് ഓൺ റെക്കോർഡ് വരും. പോലീസ് സേനയ്ക്ക് ആദ്യമായിട്ട് ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ടാവും. സർക്കാരോ രാഷ്ട്രീയക്കാരോ പറയുന്നതിനപ്പുറം ഈ കാര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ വരാനിരിക്കുന്ന സംഗതികളെ പറ്റിയും ഇതുവരെ പുറത്തു വന്ന സംഗതികളെ പറ്റിയും പരിശോധിച്ച് നിയമപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ബാധ്യത ഉണ്ടാവും. ഇനി അതിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രൂപീകരിക്കപ്പെട്ട ഈ കമ്മിറ്റിക്കായിരിക്കും വ്യക്തിപരമായിട്ടും കേരള പോലീസ് സേനയുടെ മറ്റ് നിയമങ്ങൾ അനുസരിച്ചുള്ള ബാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഉത്തരവ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. സർക്കാരിന്റെ പത്രക്കുറിപ്പിന്റെ കോപ്പി ഞാൻ കണ്ടു. ഇപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ച് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ എടുക്കണം എന്നുള്ളതാണ് ഇനിയുള്ള നടപടിക്രമം. ഈ FIR രജിസ്റ്റർ ചെയ്യാതെ എടുക്കുന്ന നടപടികൾ, അതായത് ഇതുപോലെ അന്വേഷണ സംഘങ്ങൾ വരുന്നു, കമ്മിറ്റികൾ വരുന്നു, FIR രജിസ്റ്റർ ചെയ്താലല്ലേ അതിനൊരു നിയമ സാധ്യത ഉണ്ടാവൂ? അല്ലാതെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ അതിങ്ങനെ കാലാതീതമായി വർഷങ്ങൾ നീണ്ട അന്വേഷണമായി ഇങ്ങനെ പുരോഗമിക്കുന്നു. മാത്രമല്ല അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് അത് വർഷങ്ങളായി സർക്കാരിന്റെ പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാത്ത എന്ത് നടപടിയും അത് നമുക്ക് എങ്ങനെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും? ശ്രീ ഹരീഷ് വാസുദേവൻ, കേരള പോലീസിന്റെ നിലയ്ക്ക് തന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനകത്ത് നടത്തേണ്ട മറ്റ് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും, ഇപ്പൊ ഉദാഹരണത്തിന് ക്രിമിനലുകളെ സംബന്ധിച്ചുള്ള അവരുടെ മോഡസ് ഓപ്പറാൻഡിയെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്
എന്നാണ് ഈ ഇരകൾ പറയുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കേരള പോലീസിന് അതർവൈസ് തന്നെ ഒരു റെക്കോർഡ് ആവശ്യമാണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവരെ എങ്ങനെയാണ് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്തത് എന്നും നാളെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നും ഇത്തരം പട്ടിക തയ്യാറാക്കി ഇവരെ നിരീക്ഷിക്കുക തുടങ്ങിയ സംഗതികളൊക്കെ പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇത്തരമൊരു സംഘത്തിന് ചെയ്യാൻ കഴിയും. അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാരിനകത്തുണ്ട്, പോലീസിനകത്തുണ്ട്. നമുക്ക് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ് പോലീസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി തന്നെ ഈ കാര്യത്തിൽ നിലവിലുണ്ട്. അതിനകത്ത് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അത്തരം ഒരു കമ്മിറ്റി ഈ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യാനുള്ള ആവശ്യം ഉന്നയിക്കാം. ഇത്തരമൊരു പോലീസ് സേനയുടെ ഒരു കമ്മിറ്റി, ഒരു ഉന്നതതല സമിതി നിയോഗിച്ച സ്ഥിതിക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അവർ മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനുഷ്യാവകാശ കമ്മീഷന് പരിശോധിക്കാം, വിമൻസ് കമ്മീഷൻ ഈ കാര്യം പരിശോധിക്കാം, ഹൈക്കോടതിക്ക് പരിശോധിക്കാം തുടങ്ങി നമ്മൾ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ ഈ കാര്യം ഏൽപ്പിച്ചാൽ അവരുടെ നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് ആദ്യമായിട്ടാണ് നിയമപരമായിട്ട് ഇത്തരം ഒരു പോലീസിനകത്തൊരു സംവിധാനത്തെ ഇത് ചുമതലപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് മറ്റ് പല ഫോറങ്ങൾക്കും അക്കൗണ്ടബിൾ ആണ്, കോടതിക്ക് അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഇതങ്ങനെ വലിച്ചു നീട്ടാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. എന്നാൽ നിങ്ങളുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ FIR ഇട്ട് ഈ കാര്യങ്ങൾ മജിസ്ട്രേറ്റിനെ അറിയിക്കുക എന്നുള്ളത് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ അവർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കളുടെ പ്രതികരണം അറിയിച്ചതിന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. IG റാങ്കുള്ള സ്പർജൻ കുമാറാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. 7 അംഗ അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ രംഗത്തുള്ള ചില നടിമാർ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും നടൻ സിദ്ദിഖിനെതിരെയും റിയാസ് ഖാനെതിരെയും ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിന് ചെയർമാൻ സ്ഥാനം, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. മാത്രമല്ല നടൻ സിദ്ദിഖിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് സർക്കാരിന് 4 കോണുകളിൽ നിന്നും സർക്കാരിന് സമ്മർദ്ദമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അതിനു പിന്നാലെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്.